परम शांति माँ बाबू जी का प्रणाम। പരം ജ്ഞാനി എപ്പോഴും രാഗ്, ഈർഷ്യ, വിദ്വേഷം, അഹങ്കാരം ഇവ ത്യജിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവയെ ആർക്കു ഉണ്ടോ അവരുടെ ആത്മയുടെ പവർ ചോർന്നു പോകുന്നതായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതിനെയെല്ലാം ഒഴിവാക്കിയിട്ട് വേണം ധ്യാനം ചെയ്യാൻ. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ 5 തത്വത്തിൻ്റെ ദുനിയ ആണ്. കാരണം 5 തത്വം എന്ന് പറഞ്ഞാൽ ആകാശ്, വായു, അഗ്നി, ജലം, പൃഥ്വി. ഈ ബ്രഹ്മാണ്ടത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മേലോട്ട് പോകാൻ വളരെ വളരെ പ്രയാസമാണ്. 5 തത്വം വളരെ പ്രബലമായ മായയാണ് എന്ന് അറിയണം. അതിന് നിങ്ങൾ രാഗ്, ഈർഷ്യ, അഹങ്കാരം, വിദ്വേഷം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മയുടെ ബലം ചോർന്നു പോകുന്നതായിരിക്കും എന്ന് നിങ്ങൾ അറിയണം. അതിന് നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കിലും വൈകുന്നേരവും ധ്യാനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ മായയിൽ പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ പല ചിന്തയ്ക്ക് അധീനമാകും. ധ്യാനം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓറ ഭയങ്കര ബലമുള്ളതായി മാറും. അതിനാൽ ഒരു വെളിയിലുള്ള ശക്തികൾ നിങ്ങളെ ടച്ച് ചെയ്യാൻ സാധിക്കില്ല. അതിനാണ് പറയുന്നത്, ഒരിക്കൽ ധ്യാനം ചെയ്താൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ, ഒരു 8-9 മണിക്കൂർ. അത് കഴിഞ്ഞാൽ വീണ്ടും മായയുടെ വലയത്തിൽ നിങ്ങൾ വരും. അതിന് ഉച്ചയ്ക്കിലും ധ്യാനം ചെയ്താൽ, അതുപോലെ രാത്രിയും ധ്യാനം ചെയ്താൽ നിങ്ങളെ ഒരു മായാശക്തിക്കും ടച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മായയുടെ നിഴലിൽ വരുന്നതായിരിക്കും. ആദ്യമൊക്കെ യോഗ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പതുക്കെ ശരിയാവും. परम शांति, बेहद की परम शांति।